ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പുളിശ്ശേരി ഉണ്ടാക്കി. കുമ്പളങ്ങ വെച്ചിട്ടുള്ള പുളിശ്ശേരി. അയ്യോ, വറ്റൽമുളകില്ലാതായി പോയി. അതിനു വേണ്ടി ഞാൻ കറിവേപ്പില ഉലുവ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ. കുമ്പളങ്ങ കൊണ്ടുള്ള പുളിശ്ശേരി. പിന്നെ കിളിമീൻ വറുത്തത്. അതിനെ വേഗം സമ്മതിക്കില്ല, ഒന്ന് മറിച്ചിടാന്ന് വിചാരിച്ചത്. പൊടിയരുത്. ഓക്കെ. ഇനി ഒരാൾ ഇത് വെട്ടുമ്പോഴും ഇതിൽ മുറിക്കുമ്പോഴും ഒക്കെ ഒരു പാവം തോന്നും. അയ്യോ, ഇതിന് അമ്മയും അച്ഛനും ഒക്കെ ഉള്ളതല്ലേ, അവരിതിനെ ഓർത്ത് കരയില്ലേ, നോക്കിയിരിക്കില്ലേ എന്നൊക്കെ തോന്നും. എണ്ണയിലിടുമ്പോഴും തോന്നും. പക്ഷെ വറുത്ത് കഴിഞ്ഞ് തിന്നാൻ നേരത്ത് ഞാനത് മറന്നു പോകും. പിന്നെ തിന്നു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വയ്ക്കാൻ നേരത്തെ വീണ്ടും അത് ഓർക്കുക. സാരമില്ല, കൊന്നാ പാവം തിന്നാ തീരും. എന്തായാലും ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. കുമ്പളങ്ങ കൊണ്ടൊരു പുളിശ്ശേരിയും കിളിമീൻ ഫ്രൈയും. ചേന ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കണം. നോക്കട്ടെ. മുരിയട്ടെ. ഒരു ചേന കൊണ്ട് മെഴുക്കുവരട്ടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പണി കഴിഞ്ഞു. ഇനി വേഗം വെന്താൽ മതി. അതെ, മെഴുക്കുവരട്ടി ആണെന്നും പറഞ്ഞ് ഇത് മെഴുമെഴുവാന്നിരിക്കണത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഏകദേശം വെന്ത് ഒരു 3/4 ഭാഗമായിട്ടുണ്ട്. ഇനി സവോള ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ ഒരുപാട് വെന്താൽ കൊള്ളില്ല. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ വെന്തു.